ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞു വാവകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ലാസ്റ്റ് ഞാൻ തടി കൂടാനുള്ള പൊടിയായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് കുഞ്ഞു വാവകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി ആയിക്കോട്ടെ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പുറത്തുനിന്ന് നമ്മൾ വാങ്ങി കൊടുക്കുന്ന സെർലാക്കുകളൊന്നും കുഞ്ഞു വാവകൾക്ക് നല്ലതല്ലാന്ന്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ കായപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോയി പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങുന്ന ഇൻസ്റ്റൻറ്റ് സെർലാക്കിൻ്റെ ആവശ്യം വരും. അതാകുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ചൂടുവെള്ളം ഒഴിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊടി വീട്ടിലുണ്ടാക്കാൻ പറ്റിയാൽ നല്ലതല്ലേ. ആ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്രസ് ഓൺ ദി ബെൽ ഐക്കൺ ഫോർ ദി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ചുവന്ന അവൽ 1 കപ്പ്, വെള്ള അവൽ 1 കപ്പ്, പൊട്ടുകടല 1/2 കപ്പ്, പഞ്ചസാര ആവശ്യത്തിന്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുക. നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നതാണ് നല്ലത്, അപ്പോൾ അടിയിൽ പിടിക്കില്ല. ഇതിലോട്ട് 1 കപ്പ് വെള്ള അവൽ ചേർത്ത് കൊടുക്കാം. അവൽ ചേർക്കും മുന്നേ ഈ പാത്രത്തിൽ വെള്ളം നനവ് പാടില്ല. അപ്പോൾ ഒന്ന് ചൂടാക്കി വെള്ളം നനവ് മാറ്റിയതിന് ശേഷം മാത്രം അവൽ ചേർത്ത് കൊടുക്കുക. ഇനി 2 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താലും മതി. ഇപ്പം ഇത് ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പ് ചുവന്ന അവൽ ചേർത്ത് കൊടുക്കുകയാണ്. വെള്ള അവൽ വെള്ള അരിന്നും ചുവന്ന അവൽ ചുവന്ന അരിന്നാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ 2 തരത്തിലുള്ള അവൽ ചേർക്കുമ്പോൾ 2ൻ്റെയും ഗുണങ്ങൾ കിട്ടും. ഇപ്പോൾ 1 തരത്തിലുള്ള അവലേ ഉള്ളൂ എങ്കിൽ കുഴപ്പമൊന്നുമില്ല. 2 ഗ്ലാസ് ആ അവൽ എടുത്താൽ മതി. ഇപ്പം എൻ്റെ 2 കൊണ്ടുകൊണ്ട് 2 ഇട്ടു. ഇതും 2 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന അതേ പൊട്ടുകടലയാണിത്. ഇത് ഞാൻ വാങ്ങിയ കവറിൽ ഇങ്ങനെ dalia എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അത് ചേർക്കുക. അത് 1 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പം ഇതും റെഡി ആയിട്ടുണ്ട്. ഇതും ഇനി പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പം എല്ലാം വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കാം. നമ്മൾ പൊടിച്ചെടുക്കുന്ന ജാറിൽ വെള്ളം നനവൊന്നും പാടില്ല. ഇനി ഇത് ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പം ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അരിച്ചൊന്നും എടുക്കുന്നില്ല, കാരണം എൻ്റെ മോൾക്ക് 1.5 വയസ്സാവാറായി. അപ്പോൾ കുറച്ച് തരി കിടന്നാലും കുഴപ്പമില്ലാതെ കഴിക്കും. ചെറിയ വാവകളാണെങ്കിൽ ഒരു 6 മാസം 7 മാസമുള്ള വാവകൾക്ക് കൊടുക്കാനാണെങ്കിൽ ഈ പൊടിച്ചെടുത്തത് ഒരു അപ്പത്തിൻ്റെയോ പുട്ടിൻ്റെയോ അരിപ്പിൽ കൂടെ നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പം നല്ല നൈസായിട്ടുള്ള പൊടി കിട്ടും. എന്നിട്ട് മാത്രം ഉപയോഗിക്കുക. ഇനി ഇതുപോലെ തന്നെ ബാക്കിയും നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പം എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ പൊടി പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. മധുരം നമ്മൾ പൊടിച്ചപ്പോൾ ചേർത്തില്ല. അപ്പോൾ ഉണ്ടാക്കുന്ന ടൈമിൽ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കലക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ 2 ടീസ്പൂണാണ് ഇട്ടെങ്കിലും ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വരും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് എടുത്തുണ്ടാക്കി നോക്കുക. ഇപ്പം ഞാൻ നന്നായിട്ട് കലക്കിയിട്ടുണ്ട്. കുഞ്ഞു വാവകൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് കൊടുക്കുക. പിന്നെ ഈ പൊടി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. വെള്ളം നനവുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് വയ്ക്കുമ്പോൾ കേടായി പോവും. അപ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പം നിങ്ങളിത്
ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.